ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വൈദ്യുതി നിരക്ക് കുത്തനെ കൂടാൻ വഴിയൊരുക്കുന്ന പുതിയ ദേശീയ വൈദ്യുതി നയത്തിൻ്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. റെഗുലേറ്ററി കമ്മീഷനുകൾ നിരക്ക് കൂട്ടിയില്ലെങ്കിലും വർഷം തോറും നിരക്ക് സ്വമേധയാ കൂടുന്ന സംവിധാനം വേണമെന്നാണ് നിർദ്ദേശം. വൈദ്യുതി വാങ്ങുന്നതിൽ കമ്പനികൾക്കുണ്ടാകുന്ന ചെലവിലെ വർധന റെഗുലേറ്ററി കമ്മീഷനുകളുടെ തീരുമാനമില്ലാതെ തന്നെ ഈടാക്കണം. അതുപോലെ വൈദ്യുതി വിതരണ ലൈനുകളിലൂടെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് സ്വകാര്യ കമ്പനികളെയും അനുവദിക്കണം. നയത്തിൽ കരട് സംസ്ഥാനങ്ങളുടെ അഭിപ്രായത്തിനുന്നയിച്ചു. വിതരണ കമ്പനികൾ സമർപ്പിക്കുന്ന വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനുകളാണ് വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നത്. എന്നാൽ കമ്മീഷനുകൾ നിശ്ചയിച്ചില്ലെങ്കിലും വർഷം തോറും നിരക്ക് കൂടുന്ന തരത്തിൽ ഇൻഡെക്സ് നിശ്ചയിക്കണമെന്നാണ് പുതിയ വൈദ്യുതി നയം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ കൂടി താൽപ്പര്യം മനസ്സിലാക്കിയാണ് നിരക്കിൻ്റെ കാര്യത്തിൽ കമ്മീഷനുകൾ തീരുമാനമെടുക്കുന്നത്. ഇതിലാണ് മാറ്റം വരാൻ പോകുന്നത്. വൈദ്യുതി വാങ്ങൽ ചെലവ് കൂടുന്നതിനനുസരിച്ച് സർചാർജ് ചുമത്തുന്നതിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളെയും കരട് നയം അംഗീകരിച്ചാൽ ഇല്ലാതാവും. നിരക്ക് കൂട്ടുന്നതിൽ കമ്മീഷനുകളുടെ തീരുമാനം പലപ്പോഴും നീണ്ടുപോകുന്നത് വൈദ്യുതി വിതരണ കമ്പനികളുടെ നഷ്ടം ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിലാണ് പരിഷ്കരണ രീതിയിൽ നിർണായക മാറ്റത്തിന് കേന്ദ്രം ഒരുങ്ങുന്നത്. കേരളത്തിൽ ഇപ്പോൾ സൗജന്യ വൈദ്യുതി നൽകുന്നതിന് സർക്കാർ നൽകേണ്ട സബ്സിഡി വൈദ്യുതി ബോർഡും സർക്കാരുമായുള്ള മറ്റു ബാധ്യതകളിൽ തട്ടിക്കയറ്റുകയാണ്. ഈ രീതി അവസാനിപ്പിക്കാനും നയം നിർദ്ദേശിക്കുന്നുണ്ട്. മുൻകൂർ സബ്സിഡി നൽകിയാൽ മാത്രമേ സൗജന്യ വൈദ്യുതി അനുവദിക്കാവൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്കുമേൽ അമിതഭാരം ചുമത്താൻ ഇത് വഴിയൊരുക്കും. സബ്സിഡി ഒഴിവാക്കാൻ നിർബന്ധിതമായാൽ അത് കേരളത്തിലെ വലിയ വിഭാഗം ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കും. ഒരു വിഭാഗത്തിന് കൂടുതൽ നിരക്ക് ചുമത്തി മറ്റു വിഭാഗങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ക്രോസ് സബ്സിഡിയും ഒഴിവാക്കണം. സമവർത്തി പട്ടികയിലുള്ള വൈദ്യുതിയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരത്തിന് കൂച്ചുവിലങ്ങിടുന്ന വ്യവസ്ഥകളാണ് പുതിയ നയത്തിലെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. വൈദ്യുതി വിതരണ കമ്പനികൾ വൈദ്യുതി വിതരണം നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഈ പദ്ധതികളുടെ ഏകോപന ചുമതല കേന്ദ്ര വൈദ്യുതി അതോറിറ്റിക്കായിരിക്കും. അതുപോലെ ക്രോസ് സബ്സിഡി സർചാർജിൽ നിന്നും നിർമ്മാണ യൂണിറ്റുകൾ, റെയിൽവേ, മെട്രോ എന്നിവയെ ഒഴിവാക്കി വിതരണ പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിനായി പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററിംഗ് നടപ്പാക്കണം. പ്രസരണ വിതരണ നഷ്ടം ഒറ്റ അക്കത്തിലെത്തിക്കണം. അതുപോലെ 2032 4.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് കേന്ദ്ര നീക്കമെന്ന് കരട് നയം വിശദമാക്കുന്നു. അതുപോലെ 2025 കേന്ദ്ര വൈദ്യുതി നയത്തിന് പകരമായാണ് പുതിയ നയം കൊണ്ടുവരുന്നത്. ഇക്കാലയളവിൽ ഇന്ത്യയുടെ സ്ഥാപിത ശേഷി 4 ഇരട്ടി വർദ്ധിച്ചു. 2021 സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായി. ആളോഹരി വൈദ്യുതി ഉപയോഗം 2024-25 1460 കിലോവാട്ട് അവറായി ഉയർന്നു. എങ്കിലും വിതരണ കമ്പനികളുടെ സഞ്ചിത നഷ്ടം 6.9 ലക്ഷം കോടി രൂപയാണ്. വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് KSEBയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്. വീടുകളിലോ സ്ഥാപനങ്ങളിലോ വൈദ്യുതി കണക്ഷൻ എടുത്ത സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ പിഴയും നടപടികളും ഒഴിവാക്കാൻ കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ KSEB ലഘൂകരിച്ചു. 2026 മാർച്ച് 31 വരെയാണ് ഉപഭോക്താക്കൾക്ക് ഈ പ്രത്യേക ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിനായി സാധാരണ ഈടാക്കാറുള്ള പ്രധാന ഫീസുകൾ KSEB ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപേക്ഷാ ഫീസ്, അതുപോലെ ടെസ്റ്റിംഗ് ഫീസ്, അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ നൽകേണ്ടതില്ല. അധിക ലോഡ് നൽകുന്നതിനായി വിതരണ ശൃംഖലയിൽ ലൈൻ മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ പോസ്റ്റ് ഇടുകയോ ചെയ്യുകയോ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ തുക ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും. എല്ലാ വിഭാഗം LT ഉപഭോക്താക്കൾക്കും ഈ സൗകര്യം ഉപയോഗിക്കാം. എന്നാൽ ഏതെങ്കിലും നിയമപരമായ തടസ്സങ്ങളോ അല്ലെങ്കിൽ പരാതികളോ നിലനിൽക്കുന്ന കണക്ഷനുകളിൽ അവ പരിഹരിച്ച ശേഷം മാത്രമേ ലോഡ് ക്രമീകരിക്കാൻ അനുവദിക്കുകയുള്ളൂ.
ഇതിലേക്ക് 2 രീതിയിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിനു വേണ്ടി. അതായത് KSEBയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് WSS.gov.in